ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ കൂട്ടുകാരെ. 1/2 ഓഫ് 24 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ഇൻറ്റു 24 ചെയ്യണം. നമുക്കിവിടെ ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1/2 ഓഫ് 24 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 24 ചെയ്യണം. അതുപോലെ തന്നെ 1/2 ഓഫ് 46 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 46 എന്ന് ചെയ്യണം. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. 1/2 ഓഫ് 24 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/2 ഇൻറ്റു 24 എന്നാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. 1 ഇൻറ്റു 24 ഈസ് 24/2. ഇനി ഇവിടെ വെച്ച് നമുക്ക് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാം. 2 2 1 ടൈം, 4 2 ടൈംസ്, 2 2 1 ടൈം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയും ചെയ്യാം. 1/2 ഇൻറ്റു 24. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. 2 2 1 ടൈം, 4 2 ടൈംസ്, 2 2 1 ടൈം. അങ്ങനെ 1 ഇൻറ്റു 12 ഈസ് 12 എന്ന് എഴുതാലോ. ഈ രണ്ട് മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത പാർട്ട് നോക്കാം. 1/2 ഓഫ് 46 നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു 46. 1 ഇൻറ്റു 46 ഈക്വൽസ് ടു 46/2. 4 2 ടൈംസ്, 6 2 3 ടൈംസ്, 2 2 1 ടൈം. അങ്ങനെ 23 എന്ന ആൻസർ എഴുതാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 ഇൻറ്റു 46 ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിവിഷൻ ചെയ്യാം. 4 2 ടൈംസ്, 6 2 3 ടൈംസ്, 2 2 1 ടൈം. 1 ഇൻറ്റു 23 അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു മെത്തേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ രണ്ട് മെത്തേഡ് ചെയ്തത് കേട്ടോ. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്കിതിലെ ബി പാർട്ട് ചെയ്ത് നോക്കാം. 2/3 ഓഫ് 18. 2/3 ഇൻറ്റു 18. 18ൽ 3 6 ടൈംസ്, 3ൽ 3 1 ടൈം, 2 ഇൻറ്റു 6 12. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2/3 ഓഫ് 27 ആണല്ലോ. 2/3 ഇൻറ്റു 27. ഇതിൽ 27ൽ 3 9 ടൈംസ്, 3ൽ 3 1 ടൈം. നമുക്ക് 2 ഇൻറ്റു 9 18 എന്ന ആൻസർ കിട്ടി. എല്ലാവർക്കും മനസ്സിലായല്ലോ കൂട്ടുകാരെ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്നതെന്നും എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/4 ഓഫ് 16. 3/4 ഇൻറ്റു 16. 16ഉം 4ഉം കൂടെ ഡിവൈഡ് ചെയ്യാം. 16ൽ 4 ടൈംസ്, 4ൽ 4 1 ടൈം, 3 ഇൻറ്റു 4 ഈസ് 12. അതിലടുത്ത പാർട്ട് 3/4 ഇൻറ്റു 36. ഇതും നമുക്ക് 4 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഏത് നമ്പർ ആയിട്ടാണോ ഇത് ഡിവൈഡ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. ഇത് രണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 ആയിട്ടും ചെയ്യാം, 4 ആയിട്ടും ഇത് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 36ൽ 4 9 ടൈംസ്, 4ൽ 4 1 ടൈം, 3 ഇൻറ്റു 9 ഈസ് 27. അപ്പോൾ കൂട്ടുകാരെ ഏറ്റവും ഈസി ആയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 4/5 ഓഫ് 20. 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാലോ. 20ൽ 5 4 ടൈംസ്, 5ൽ 5 1 ടൈം, 4 ഇൻറ്റു 4 ഈസ് 16. ഇനി ഇതിലടുത്തത് നോക്കാം നമുക്ക്. 4/5 ഓഫ് 35. 5 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാലോ. 7 5s are 35. 5ൽ 5 1 ടൈം, 4 7s are 28. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ കൂട്ടുകാരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഉടനെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുമല്ലോ. പിന്നെ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയണേ. താങ്ക് യു. ബൈ ബൈ.